നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ചും തുടർന്ന് നടന്ന വിവാദ പരമ്പരയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ബാലഭാസ്കർ സംസാരിക്കുകയുണ്ടായി. ബാലുവിന്റെയും മകളുടെയും ജീവൻ കവർന്ന അപകടമുണ്ടായി 6 വർഷത്തിന് ശേഷമായിരുന്നു ലക്ഷ്മി മൗനം വെടിഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അന്ന് നടന്നതിനെക്കുറിച്ചും തുടർന്നുണ്ടായ വിവാദങ്ങളെപ്പറ്റി ലക്ഷ്മി സംസാരിച്ചത്. ഇപ്പോൾ ലക്ഷ്മിയുടെ അഭിമുഖത്തെക്കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ CK ഉണ്ണി. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തങ്ങൾ എന്തുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സംശയം തോന്നി, അതിനുള്ള ന്യായീകരണങ്ങളുമുണ്ട്. പല കാര്യങ്ങളുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. സ്വർണ്ണക്കടത്ത് മാഫിയയിലെ പ്രധാനപ്പെട്ട 2 പേരാണ് വിഷ്ണുവും തമ്പി. അവർ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവർ അവന്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം വാങ്ങിയിരുന്നു. ബാലുവിന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം വാങ്ങിയതായി വിഷ്ണു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇന്റർവ്യൂവിൽ വിഷ്ണുവിനെയും തമ്പിയെയും കുറിച്ച് ലക്ഷ്മി പറയുന്നേയില്ല എന്നും ഉണ്ണി പറയുന്നു. വിഷ്ണുവും തമ്പിയും വീട്ടിൽ വരുമായിരുന്നു. വിഷ്ണു ബാലഭാസ്കറിന്റെ ഫിനാൻസ് മാനേജറും തമ്പി പ്രോഗ്രാം മാനേജറുമായിരുന്നു. 2 പേരും സ്വർണ്ണ കള്ളക്കടത്തുകാർ തന്നെയായിരുന്നു. 2 പേരും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ബാലുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അതേസമയം ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാറില്ല. ബാലു മരിച്ച ശേഷം 1 or 2 തവണ അവരുടെ അടുത്ത് പോയിരുന്നു. പക്ഷെ അവർക്ക് തങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അവഗണിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയില്ല. അവരോട് വൈരാഗ്യത്തോടെ പെരുമാറുകയോ വഴക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അവരോട് തനിക്ക് ദേഷ്യമൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു. ലക്ഷ്മി പറഞ്ഞതിൽ കള്ളമൊന്നും ഉണ്ടാകില്ല. തമ്പിയും വിഷ്ണുവിനെ കുറിച്ച് പറയാത്തതാണ് മനസ്സിലാക്കാത്തതെന്നാണ് ബാലുവിന്റെ അച്ഛൻ പറയുന്നത്. ബാലുവിന്റെയും ലക്ഷ്മിയുടെയും കല്യാണം നടന്നത് കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ്. അതിനാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നില്ല. ബാലു ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പോകുമായിരുന്നു. അവൾ ഇങ്ങ് വരാറുണ്ടായിരുന്നില്ല. അവൻ കൊണ്ടുവരാറില്ലായിരുന്നു എന്നാണ് ലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞത്. ഞാൻ മിക്കവാറും പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ലക്ഷ്മി കലയെ സ്നേഹിച്ചിരുന്നില്ല. അവനോട് അവർക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നുവെന്നും അറിയില്ല. പൊതുവെ ലക്ഷ്മിയുടേത് നെഗ്ലിജൻസ് ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. കല്യാണത്തിന് 2-3 കൊല്ലം കാത്തിരിക്കാൻ താൻ പറഞ്ഞതാണ്. എന്നാൽ 21-ാം വയസ്സിൽ സുഹൃത്തുക്കൾ ചേർന്ന് ബാലുവിനെ കല്യാണം കഴിപ്പിച്ചു. എല്ലാം കുഴഞ്ഞു മറിഞ്ഞിരുന്നു. ബാലുവിന്റെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് ആരെയും ഭയമാണെന്നും തോന്നുന്നില്ല. താനും ബാലുവും അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുവെന്നും തന്നോട് പറഞ്ഞത് ലക്ഷ്മി തന്നെയാണെന്നും അച്ഛൻ പറയുന്നുണ്ട്. ലക്ഷ്മിക്കും ബാലുവിനും താമസിക്കാനുള്ള വാടക വീടിന്റെ കരാറിൽ ഒപ്പിട്ടത് താനായിരുന്നുവെന്നും അച്ഛൻ ഓർമ്മിക്കുന്നുണ്ട്. ഒരു മകനും ഒരു മകളുമാണ് ഞങ്ങൾക്ക്. മകൻ മരിച്ചുപോയി. മകൾക്ക് സുഖമില്ലായിരുന്നു. അവളും മരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2 മക്കളെയും നഷ്ടമായി. ഞങ്ങൾ 2 പേർ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു.